റംബൂട്ടാൻ നിറയെ കായ്ച്ചു നിൽക്കുകയാണ്. ഇത് നമ്മുടെ വരിക്ക ആയിട്ടുള്ള റംബൂട്ടാനാണ്. ഇതിൻ്റെ ഇടത് സൈഡിലായിട്ട് നിൽക്കുന്നത് കൂഴയാണ്. അത് നമ്മൾ കാ കഴിച്ച് നട്ട് അങ്ങനെ ഉണ്ടായതാണ്. അത് ഇതിനെക്കാട്ടി നല്ല മധുരമാണ്. അതിൽ ഇപ്പോൾ ചെറിയ കായ്കൾ വരുന്നതേയുള്ളൂ. മറ്റൊരു വീഡിയോയിൽ അത് കാണിച്ചു തരുന്നതാണ്. ഇപ്പോൾ എല്ലായിടത്തും ഈ റംബൂട്ടാൻ ഉണ്ട്. എല്ലാ വീട്ടിലും ഒരു മരമെങ്കിലും സാധാരണ കാണാറുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഈ റംബൂട്ടാൻ മരമുണ്ടോ? കമൻറ്റായി രേഖപ്പെടുത്തുക. ഇപ്പോൾ നോക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത്രയേ ഉള്ളൂ എന്ന്. ഇത്ര മാത്രമല്ല, ഇത് കുറേ ദിവസം കൊണ്ട് പറിക്കുന്നുണ്ടായിരുന്നു. ചെറിയ കളർ അടിക്കുമ്പോഴേക്കും കുട്ടികൾ വന്ന് പറിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് പലപ്പോഴും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. നേരത്തെ ഞാൻ റംബൂട്ടാന് നന്നായി കായ്കൾ നിറയെ ഉണ്ടാകാൻ എന്താണ് ചെയ്യുന്നതെന്ന് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതിൽ നിറയെ കായിട്ട് നിൽക്കുന്നത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും. ഇടയ്ക്കൊക്കെ മോൻ വന്ന് എന്നും പറിക്കാറുണ്ട്. ഇടയ്ക്കൊക്കെ മാത്രമല്ല, അവൻ എന്നും പറിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ കായ്കൾ കുറവാണ് ഇപ്പോൾ. റംബൂട്ടാൻ നമ്മൾ നടുമ്പോൾ നന്നായി വെയിൽ കൊള്ളുന്ന സ്ഥലത്ത് നടുക. എൻ്റെ ഈ റംബൂട്ടാന് നന്നായി വെയിൽ കൊള്ളുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, നമ്മൾ കായൊക്കെ തീർന്നു കഴിയുമ്പോൾ നന്നായി പ്രൂണിങ് ചെയ്ത് കൊടുക്കുക. നമ്മൾ റംബൂട്ടാൻ്റെ മുകൾ ഭാഗമാണ് പ്രൂണിങ് ചെയ്ത് കൊടുക്കാറ്. താഴെ വലുതായി പ്രൂണിങ് ചെയ്ത് കൊടുക്കാറില്ല. ഇത് ഗ്രാഫ്റ്റ് ചെയ്ത തൈ മേടിച്ച് നട്ടതാണ്. ഈ തൈ 3 വർഷമാകുമ്പോഴേക്കും കായ്ക്കുമെന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ 3 വർഷം ആയപ്പോഴേക്കും കായ്ച്ചു. ചെറുതായിരുന്നപ്പോൾ തന്നെ ഇതിൽ നിറയെ റംബൂട്ടാൻ ഉണ്ടായിരുന്നു. റംബൂട്ടാൻ നിറയെ കായ്കളുണ്ടാകാൻ നമ്മൾ വർഷത്തിൽ 3 പ്രാവശ്യമെങ്കിലും വളം ചെയ്ത് കൊടുക്കണം. അതിൻ്റെ ചുവട് ചെറുതായി ഇളക്കിയ ശേഷം ചാണകപ്പൊടിയോ അല്ലെങ്കിൽ കോഴി കാഷ്ടമോ പിന്നെ കമ്പോസ്റ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കുക. നിങ്ങളുടെ കയ്യിൽ ഏതാണ് ഉള്ളതെന്ന് വെച്ചാൽ അത് ഇട്ട് കൊടുക്കുക. ഇത് 3ഉം എൻ്റെ കയ്യിൽ സാധാരണ ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഇത് 3ഉം ഇടയ്ക്കൊക്കെ ഇട്ട് കൊടുക്കുന്നു. ഈ ജൂൺ ജൂലൈയൊക്കെ ആകുമ്പോഴേക്കും നമ്മുടെ റംബൂട്ടാൻ ചെറുതായി പഴുത്തു തുടങ്ങും. ഏപ്രിൽ മെയ് ആകുമ്പോഴേക്കും ചെറുതായി കായ്കൾ വന്നു തുടങ്ങും. ആ സമയത്ത് വേണം നമ്മൾ വളമൊക്കെ ഇട്ട് കൊടുക്കേണ്ടത്. കായ്കൾ ഉണ്ടാകുന്നതിന് മുന്നേ ആയിരിക്കണം. പിന്നെ ആ സമയത്ത് ചെറുതായി നനയ്ക്കാവൂ. കൂടുതൽ നൽകുവാൻ പാടില്ല. അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ റംബൂട്ടാനിൽ കായ്കൾ കുറയും. സാധാരണ റംബൂട്ടാനിട്ട് അച്ചാറും പിന്നെ ജ്യൂസും മറ്റുമൊക്കെ ഉണ്ടാക്കാറുണ്ട്. നിങ്ങൾ എന്തൊക്കെയാണ് ഉണ്ടാക്കാറ്? അല്ലെങ്കിൽ വെറുതെ കഴിക്കാറാണോ പതിവ്? ഇതുപോലെ നിറയെ കായ്കൾ ഉണ്ടാകുകയാണെങ്കിൽ നമുക്ക് അത് വിൽക്കുകയും ചെയ്യാം. ഈ സമയത്ത് എല്ലാവരും അത് വാങ്ങുകയും ചെയ്യും. ഇതിൽ നിന്നും പറിച്ച കായ്കളാണ്. ഇത് മോന് സ്കൂളിൽ സ്നാക്സായി കൊടുത്തു വിടുവാൻ പറിച്ച റംബൂട്ടാനാണ്. ഇതുപോലെ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ഫ്രൂട്ട്സൊക്കെ ഞാൻ കൊടുത്തു വിടാറുണ്ട്. ഇത് നന്നായി പഴുത്തത്. മറ്റൊന്ന് നമുക്ക് എടുത്ത് നോക്കാം. എന്താ ഇത് കണ്ടില്ലേ? ഇതും കൂടി പൊളിച്ച് കാണിച്ചു തരാം. അതും ഇതും ഒരേ വലിപ്പം തന്നെയാണ്. ഈ കാണുന്നത് പോലെ തന്നെ അത്രയും വലിപ്പമുണ്ട് നമ്മൾ പൊളിച്ച് നോക്കിയാലും. ഇത് വരിക്കയാണ്. നല്ല മധുരമുണ്ട്. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാകും. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. അതിനോടൊപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.